കുഴപ്പമില്ല, വിട്ടേക്കടാ, ഞാൻ നോക്കിക്കോളാം. അതെ, ഇനി അങ്ങോട്ട് പോകുന്നുണ്ടോ? ഞാനും വെയിറ്റ് അവിടെ നിക്ക്. 6 മാസമായിട്ട് പുറകെ നടക്ക. അത് നിനക്ക് അറിയില്ലേ? പ്രപ്പോസ് ചെയ്ത റിപ്ലൈ തരില്ലേ? പോടോ. പോന്ന് പറയുന്നു. വാടി ഇങ്ങോട്ട്. വിടറാ അവളെ. പോടി അവിടുന്ന്. എന്താടി സുന്ദരിയാന്നുള്ള ജാടയാണോ? നിന്നെ ഞാൻ മൂന്നുപേരെ ഇവിടെ എണ്ണും ഞാൻ. ഒരുത്തൻ ഇവിടെ ഉണ്ടാവരുത്, മനസ്സിലായോ? പൊക്കോ എല്ലാരും. എടാ വന്നേടാ, ഇവിടുന്ന് പോവാം. 1 2 ഹലോ. Things produced in India. Sir? And the Far East. After that. സർ, Yes. ശങ്കറിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് പുറത്തേക്ക് അയക്കണം. ക്ലാസ് സമയത്ത് പുറത്ത് പറഞ്ഞയക്കാൻ പറ്റില്ല. എന്നാ സാരമില്ല സാർ, ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. വരണടാ. എങ്ങോട്ടാ പോണേ? നീ വലിയ ഇവനാണോടാ? നമ്പറൊക്കെ കൗണ്ട് ചെയ്തത്ര? ആണാണെങ്കി ഇപ്പൊ കൗണ്ട് ചെയ്യടാ, കാണട്ടെ. നീ കോളേജ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റോ അല്ലാതായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല. ഇവൻ സൈലൻ്റ് ആണ്, പാവമാണെന്ന് കരുതി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കണ്ട. ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്.
എന്താടാ ഇവൻ മൂത്രമൊഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവന്മാരെ മൂത്രം ഒഴിപ്പിച്ചാ? എന്ത് പറ്റി? ഇത്ര പെട്ടെന്ന് എങ്ങോട്ടാ പോന്നേ? ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ഉണ്ട്. നീ ഒന്ന് പുറത്തേക്ക് പോവോ? ഒരു കോൾ ചെയ്യണമായിരുന്നു. ഒഫീഷ്യൽ കോളാ. ഹാളിൽ പോയിരിക്കും. പോ. ഇന്നലെയുണ്ടായ കാർ അപകടത്തിൽ 5 പേർ മരണപ്പെട്ടു. ആ രേണു, ഞാനിവിടെ സംഭവ സ്ഥലത്താണുള്ളത്. ഓവർ സ്പീഡിൽ വന്നതുകൊണ്ടാണ് ഈ കാർ ഇങ്ങനെ ആക്സിഡന്റ് ആയത്. കാറിന്റെ ഡ്രൈവർ ഹലോ, മരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആ കാര്യം കൂട്ടത്തിൽ ഇവിടെ ഒന്നായിപ്പോയി. ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലമാണ്. ഞാൻ ഡ്രൈവർ അടിക്കുമ്പോ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് അവന്റെ പുറകിൽ അടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടത്. വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചിട്ടാണോ പാറയിലിടിച്ചാണോ അപകടമുണ്ടായതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്കിയിൽ അടിച്ചെന്ന് പുറത്തു വരും. ഇന്നും തെരിയല്ലേ? ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, റിപ്പോർട്ട് എഴുതുന്നവന്റെ മേലൊരു കണ്ണുണ്ടാവണം. ആ മുഴുവൻ കാശും ഞാൻ പറഞ്ഞെടുത്തല്ലേ വെച്ചിരിക്കുന്നത്. 16 കോടി എവിടെയും മാറ്റർ ലീക്ക് ആവരുത്. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ രാജീവ്? നരസിംഹനോടും പറ. എന്റെ പുതിയ നമ്പർ 89789. 89789. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ അളിയാ, ഹാപ്പി ബർത്ത്ഡേ. കൊള്ളാം കൊള്ളാം. എനിക്ക് തടാ. പൊട്ടിക്ക് പൊട്ടിക്ക്. വല വീശിയതൊക്കെ കൊള്ളാം. എവിടെന്നാ പൊക്കിയ അവനെ? എന്റെ വീട്ടിന്ന്, ബെഡ്റൂമിന്ന്. 6 മാസം മുമ്പേ ഹോട്ടൽ റെയ്ഡില് ഇവന്റെ അടുത്ത് കുടുങ്ങിയതാ. കുറെ നേരം എന്നെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം മേടിച്ചു. കേസ് എടുത്തുമില്ല, കാശും മേടിച്ചില്ല. എന്നിട്ട് എന്നെ വെറുതെ വിട്ടു. നിനക്കറിയാവുന്നല്ലേ രമണ, എത്ര വലിയ കസ്റ്റമർ ആണെങ്കിലും ഞാൻ വീട്ടിൽ കൊണ്ടുപോകാറില്ല. പക്ഷേ ഇയാൾക്ക് തോന്നുമ്പോഴെല്ലാം വരുകയും പോവുകയും ചെയ്യും. പോലീസുകാരനല്ലേ, എന്നെങ്കിലും പ്രയോജനപ്പെടുമെന്ന് കരുതി ഞാനും ഒന്നും ചോദിച്ചില്ല. പിന്നെ കസ്റ്റമേഴ്സ് വിളിച്ചാ പോവാൻ അനുവദിക്കില്ല. ചോദിച്ചപ്പോ പ്രേമ അത്രേ. ഞാൻ ചിരിച്ച അവന്റെ പഴയ കാമുകയെ പോലുണ്ടെന്ന്. ഇവന്റെ ഈ പഞ്ചാര വാക്കുകളൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? കള്ളപ്പന്നി. അതുകൊണ്ടാ ഭാവിയില് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ എന്റെ ബെഡ്റൂമില് ഞാൻ ഒരു ക്യാമറ വെച്ചത്. ഇപ്പൊ ശരിക്കും കുടുങ്ങി. അതുകൊണ്ടാ നിങ്ങളോട് വരാൻ പറഞ്ഞത്. പോലീസ് അല്ലാതെ മറ്റാരെങ്കിലും കാര്യമായിരുന്നെങ്കിൽ സൂപ്പറായിട്ട് ഡീൽ ചെയ്യായിരുന്നു. നമ്മൾ അവർക്കെതിരെ ഒരടി എടുത്തു വെച്ചാ അവർ നമുക്കെതിരെ 10 അടി എടുത്തു വെക്കും. ഇത് വെച്ച് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കാശ് മേടിക്കാന്ന് വിചാരിച്ചാ അവർ നമ്മുടെ ജീവൻ എടുക്കാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ശരിക്കൊന്ന് ഡീൽ ചെയ്താ നമുക്ക് സെറ്റിൽ ആക്കാം രമണ. ഇതിൽ പോലീസൊന്നും വലിച്ചയക്കണ്ട. നീ വിളിച്ചപ്പോ ഏതെങ്കിലും പിള്ളേരുടെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുടെയോ കാര്യമാണെന്ന് കരുതി ഞങ്ങൾ വന്നത്. ഇത് അപകടം പിടിച്ചതാ. ഇക്കാര്യത്തിൽ ഒരുപാട് റിസ്ക് എടുക്കണമെന്ന് എനിക്ക് ഇതിനോട് പറയാനുള്ളൂ. ഞങ്ങൾക്ക് പുതുപ്പേട്ടയിൽ വേറെ ജോലിയുണ്ട്. ഞങ്ങൾ പോവാ. ക്രാന്തി, നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും എടുത്തോ. ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്. എന്താ മായ, നിന്നോട് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞതല്ലേ? നിനക്കെന്തിനാ ഇത്ര പ്രശ്നം? അവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത കാശ് മുഴുവൻ നിന്റേതല്ലേ? ചാക്കടയിലെ കിടക്കുന്ന പന്നി അവന്. അബദ്ധത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചതാ. അതുമല്ല, അവനെ വിശ്വസിച്ച എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളായിട്ട് ഞങ്ങൾ എന്തിനാ റിസ്ക് എടുക്കുന്നേ? ഞങ്ങളെ വിട്ടേക്ക്. നിനക്ക് തോന്നുന്ന പോലെ നീ ചെയ്യേ. നമുക്കിനി ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കണ്ട. വാടാ. മാഡം ബിൽ. എക്സ്ക്യൂസ് മീ, മാം? ആ ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന പിള്ളേര് റെഗുലർ ആണോ ഇവിടെ? അറിയില്ലല്ലോ മാം. എന്ത് പറ്റി? ബാഗിലുണ്ടായിരുന്ന ക്യാമറ കാണുന്നില്ല. ആ കുട്ടികൾ തന്നെയായിരുന്നു കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയത്. എന്താന്ന് ഞാൻ കണ്ടില്ലല്ലോ മാം.
സ്റ്റീഫ ആ ആ ടേബിൾ റിസർവ് ചെയ്ത ആൾക്കാരെ നിനക്കറിയോ? ആ ബർത്ത്ഡേ ബാച്ച ആ അറിയില്ല, ഏതോ കോളേജ് പിള്ളേരാണെന്ന് തോന്നുന്നു. ആ നിങ്ങള് സർ. ആ രാജേശ്വരി ഹ, കണ്ടിട്ട് കുറെ ആയല്ലോ. ഈ പേര് സ്റ്റേഷനാ? സൈബറാബാദ്, ആ ഹസ്ബൻഡ്? വിജയവാഡ സർ. അപ്പോ തനിച്ച കുട്ടികളോ? ഇതുവരെ ഇല്ല സർ. ഫയറിംഗ് നീ ഒരുത്തി മാത്രം ചെയ്താൽ എങ്ങനാ? അപ്പപ്പോ ചെയ്യിക്ക്. ആ? Idiot. ഹലോ, പാർട്ടി എവിടെയാ?